ഹൈ സ്റ്റുഡൻസ്, ബയോളജി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ഹൈപ്പോതലാമസിന്റെ 2 ഹോർമോണിനെ കുറിച്ചാണ്. ഹൈപ്പോതലാമസ് ടോട്ടല് 4 ടൈപ്പ് ഓഫ് ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് റിലീസിങ് ഹോർമോൺസുകളാണ്, ഒന്ന് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസുകളാണ്. പിന്നെ നമ്മൾ 3ഉം 4ഉം പറഞ്ഞത് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺസുകളെ കുറിച്ചാണ്. ആ ഹോർമോൺ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. നോക്കൂ, ഓക്സിറ്റോസിനും ഉണ്ട്, വാസോപ്രസിനും ഉണ്ട്. ഓക്സിറ്റോസിന്റെ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ ദ യൂട്രൈൻ വാൾ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത്, അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, സഹായിക്കുന്നു. ചൈൽഡ് ബർത്ത്, പ്രസവിക്കാൻ സഹായിക്കുന്നു. ബൈ എങ്ങനെ? സ്റ്റിമുലേറ്റിംഗ് ദ കൺട്രാക്ഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൺട്രാക്ഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽ, സ്മൂത്ത് മസിലിന്റെ കോൺട്രാക്ഷൻ, സങ്കോചിക്കൽ, ഇൻ ദ യൂട്രൈൻ വാൾ, ഗർഭാശയ ഭിത്തിയിലുള്ള. അഥവാ ഗർഭാശയ ഭിത്തിയിലാണല്ലോ കുട്ടി ഉണ്ടായിരിക്കുക പ്രസവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യൂട്രസിൽ. അപ്പോ ഈ യൂട്രസിന്റെ പുറത്തേക്ക് എന്ത് ചെയ്യണം? കുട്ടി പുറത്തേക്ക് വരണം. അങ്ങനെ കുട്ടി പുറത്തേക്ക് വരാൻ വേണ്ടി എന്ത് വെച്ചാൽ ഡോക്ടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ പ്രസവിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ എന്ത് ചെയ്യുന്നുണ്ട്, വയറിൽ അമർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്ത്രീകൾ, അതായത് നഴ്സുമാർ, അതേപോലെ ഡോക്ടേഴ്സ് ഒക്കെ. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ വാള് കൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് കുട്ടി പുറത്തേക്ക് വരിക. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഹോർമോൺ, ഈ പറയുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പോയിട്ട് ആ യൂട്രസിന്റെ വാളിന്റെ മസിലിനെ കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത്, പ്രസവിക്കാൻ സഹായിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റിമുലേറ്റ് കൺട്രാക്ഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽ ഇൻ ദ യൂട്രസ്. യൂട്രസിലുള്ള സ്മൂത്ത് മസിൽ, അഥവാ യൂട്രസിൽ മസിൽ ഉണ്ട്, ആ മസിലിൽ പോയിട്ട് ഓക്സിറ്റോസിൻ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും അതിന്റെ കൺട്രാക്ഷൻ. അപ്പൊ സ്മൂത്ത് മസിൽ നന്നായിട്ട് കൺട്രാക്ട് ചെയ്യും. അപ്പൊ കുട്ടി പുറത്തേക്ക് വരാനായിട്ട് എന്ത് ചെയ്യും? സഹായിക്കും, യൂട്രസിന്റെ ഉള്ളിൽ നിന്ന്. ക്ലിയർ അല്ലേ പറയുന്നത്? അപ്പൊ യൂട്രസിന്റെ വാളിലുള്ള സ്മൂത്ത് മസിലിനെ കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കും. അതുവഴി പ്രസവം എന്ത് ചെയ്യും? സുഖമാക്കുകയും ചെയ്യും. ആര്? ഓക്സിറ്റോസിൻ. അപ്പൊ ഓക്സിറ്റോസിന്റെ ഒരു ഫംഗ്ഷൻ കിട്ടി, പ്രസവിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണെന്ന് പറയാം. അപ്പൊ പ്രസവിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ധൈര്യത്തിൽ എഴുതിക്കൊള്ളത് എന്താണ്? ഓക്സിറ്റോസിൻ ആണ്. അത് എങ്ങനെയാണ് സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി കിടക്കുന്ന ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പോയിട്ട് അവിടുത്തെ സ്മൂത്ത് മസിലിനെ കൺട്രാക്ട് ചെയ്യിപ്പിക്കും. അപ്പൊ കുട്ടി പുറത്തേക്ക് വരും. അപ്പൊ പ്രസവിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഓക്സിറ്റോസിൻ. ഇനി ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ, രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് ലാക്ടേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ലാക്ടേഷൻ ആ മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. ആക്ച്വലി ഇവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാല് കൊടുക്കാറുണ്ട്, മിൽക്ക് ഫീഡ് ചെയ്യാറുണ്ട്. അങ്ങനെ മിൽക്ക് ഫീഡിങ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയുടെ ശരീരത്തിൽ പാല് ഉണ്ടായിരിക്കണം. ഈ പാല് പുറത്തേക്ക് വരും വേണം. അപ്പൊ നമ്മുടെ മിൽക്ക് ചുരത്താൻ, പാൽ ചുരത്താൻ സഹായിക്കുന്ന ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിൽക്ക് ഉണ്ടാക്കാനുള്ളതാണ്. ആക്ച്വലി മിൽക്ക് ഉണ്ടാക്കുന്നത് വേറെ ഹോർമോൺ ആണ്. ഇത് പാല് ചുരത്താൻ, പാല് പുറത്തേക്കൊക്കെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഹോർമോണാണ്. അപ്പൊ ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ അതേ കോപ്പിയാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറയുന്നത് അത് എഴുതിയാൽ മതി. ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മിൽക്ക് ശരീരത്തിന് പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ മിൽക്ക് ചുരത്താനൊക്കെ സഹായിക്കുന്ന, പാൽ ചുരത്താനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് ആര്? ഓക്സിറ്റോസിൻ. സ്ത്രീകളിലാണ് ഉണ്ടായിരിക്കുക. കാരണം ഓക്സിറ്റോസിൻ എവിടെയാണ് ആവശ്യം? സ്ത്രീകളിലാണ് കൂടുതൽ ഈ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ലാക്ടേഷൻ ഉണ്ടാവുക സ്ത്രീകളിലാണ് കേട്ടോ. അടുത്ത വാസോപ്രസിൻ, അല്ലെങ്കിൽ എന്താണ്? ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. ഇത് ഓക്സിറ്റോസിൻ എല്ലാവരും കൂടിയിലുണ്ട്. വെച്ചാൽ ഇവിടെ പറഞ്ഞത് ഈ രണ്ട് പാൽ ചുരത്തുന്നതും ഗർഭാശയം കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഫീമെയിൽസിന്റെ കേസിലാണ് നമ്മൾ പറയാറ്. വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. നോക്കൂ, വാസോപ്രസിന്റെ വേറൊരു പേരാണെന്ത്? ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. അപ്പൊ എക്സാമ്പിൾ, വാസോപ്രസിന് പകരം ADH എന്നോ, ADH എന്ന് അറിയില്ലേ? ആന്റി ഡയൂറിറ്റിക് ഹോർമോണിന്റെ ഷോർട്ടാണ്. ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വാസോപ്രസിൻ ആയിട്ടോ തരും. അപ്പൊ ഇവരൊക്കെ ഒന്നാണെന്ന് അറിയണം. അപ്പൊ വാസോപ്രസിൻ ഇനി പേപ്പറിൽ കണ്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല, അതിന്റെ പകരം ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ ആണെങ്കിൽ അത് വാസോപ്രസിൻ തന്നെയാണ്. ഇനി ഇവരെ രണ്ടും തരാതെ ADH മാത്രം തന്നാലും ഒരു സംശയം വേണ്ട, അത് ഏതന്നെയാണ്? ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്, വാസോപ്രസിനോ അല്ലെങ്കിൽ ഡയൂറിറ്റിക് ഹോർമോൺ ആണ്. അപ്പൊ അത് മറന്നു പോകരുത്. ഓക്കെ, ചിലപ്പോൾ ADH മാത്രം തരാറുണ്ട്. അങ്ങനെ ADH ആണ് നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാനില്ല. എന്തിനാണ്? വാസോപ്രസിന്റെ മറ്റൊരു പേരാണ് ഇത് ADH എന്ന് പറയുന്നത്. എന്താണ് ഇവരുടെ ADHന്റെ പണി? എന്താണ്? അത് തന്നെ പറഞ്ഞത് എന്തുവാ?
അവരുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് ദ വാട്ടർ ഇൻ ദ കിഡ്നീസ്. നമ്മുടെ വൃക്കയിൽ പോയിട്ട് ജലത്തെ പുനരാകിരണം കൂട്ടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ രക്തത്തെ അരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ രക്തത്തെ ഫിൽട്ടർ ചെയ്യുന്ന ആളുകളാണ് കിഡ്നീസ്. അപ്പൊ കിഡ്നി ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് ജലത്തെ ഫിൽട്ടർ ചെയ്ത് അത് യൂറിനായിട്ട് മൂത്രത്തിലൂടെ പുറന്തള്ളും ചിലപ്പോ. അപ്പൊ ചില സമയങ്ങളിൽ ശരീരത്തിന് വെള്ളം നന്നായിട്ട് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സമ്മർ സീസൺ വിചാരിക്കും, ഹോട്ട് സമ്മർ സീസണാണ്, നല്ല ചൂടുള്ള വേനൽക്കാലത്ത് നമ്മളിങ്ങനെ ശരീരത്തിൽ ഒരുപാട് ജലം നഷ്ടപ്പെടും വിയർപ്പിലൂടെ, ശരിയല്ലേ? അപ്പൊ ആ സമയത്ത് ശരീരത്തിന് എപ്പോഴും വെള്ളം ആവശ്യമുണ്ടായിരിക്കും, വേനൽക്കാലം ആയതുകൊണ്ട്. കാരണം ദാഹം എപ്പോഴും ഉണ്ടാവില്ലേ? അപ്പൊ ഈ വെള്ളം ആവശ്യമുള്ള സമയത്ത് ഒരുപാട് യൂറിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഓൾറെഡി വെള്ളം വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ യൂറിനേഷനിലും കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെള്ളം ഒരുപാട് ആവശ്യമാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കും. എവിടേക്ക്? ബ്ലഡിലേക്ക് തന്നെ വെള്ളത്തെ. വൃക്കയാണ് ജലത്തെ വെള്ള വൃക്കയാണ് എന്ത്, അല്ലെങ്കിൽ കിഡ്നിയാണ് നമ്മുടെ എന്ത്, നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നത്. ആ സമയത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളത്തെ തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ എന്ത് ചെയ്യും? വിടും. ആര്? വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയോറിറ്റിക് ഹോർമോൺ. അതാണ് ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് ദ വാട്ടർ ഇൻ ദി കിഡ്നി. കിഡ്നിയിലൂടെ എന്ത് ചെയ്യുക? കിഡ്നിയിൽ നിന്ന് മാക്സിമം എന്ത് ചെയ്യും? ജലം തിരിച്ച് രക്തത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അബ്സോർബ് ചെയ്യും, റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് രക്തത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും? കിഡ്നിയിൽ പോയിട്ട് കിഡ്നിയോട് പറയും എല്ലാ വെള്ളവും എന്ത് ചെയ്യണ്ട, പുറത്തേക്ക് വിടണ്ട, കുറച്ച് എവിടെ കൊടുത്തോ, തിരിച്ച് രക്തത്തിലേക്ക് തന്നെ കൊടുത്തോ എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയോറിറ്റിക് ഹോർമോൺ. എന്താ ഡ്യൂട്ടി? ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് ദ വാട്ടർ ഇൻ ദ കിഡ്നി. വെള്ളത്തിന്റെ പുനരാകിരണം വർദ്ധിപ്പിക്കുന്നു. എവിടെ? വൃക്കയിൽ അല്ലെങ്കിൽ കിഡ്നീസുകളിൽ. എന്താണ് റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെള്ളത്തെ അബ്സോർബ് ചെയ്യുക. എവിടുന്ന്? ഫിൽട്ടർ ചെയ്തിടുന്ന് എവിടേക്ക്? രക്തത്തിലേക്ക് തന്നെ വീണ്ടും അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. ജലത്തിന് കൃത്യമായിട്ടുള്ള ഒരു അളവ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ നിന്ന് കൂടാനോ കുറയാനോ എന്ത് ചെയ്യാൻ പാടില്ല? പാടില്ല. നമുക്ക് വാസോപ്രസിൻ ഞാൻ ഇവിടെ ഇത് ഞാൻ കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ രക്തത്തിന്റെ ഒരു ചിത്രമാണ്, റെഡ് കളറില്. പിന്നെ അതേപോലെ ഞാൻ ചുവപ്പ് കളറിൽ കാണിച്ചോളൂ. ഈ നീല കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ് നിങ്ങൾ വിചാരിക്കുക? അത് ഈ സാധനം വാട്ടർ ആണെന്ന് വിചാരിക്കുക. എന്താണ് വിചാരിക്കുക? വാട്ടർ ആണെന്ന് വിചാരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ രക്തത്തിൽ ഒരു കൃത്യമായ അളവ് ജലത്തിനുണ്ട്. സത്യമാണത്. ഗ്ലൂക്കോസിനുള്ളതുപോലെ കാൽഷ്യത്തിനുള്ളതുപോലെ ജലത്തിന് എത്രയുണ്ട്? കൃത്യമായ അളവുണ്ട്. ഒരു ഓസ്മോളാരിറ്റി ഉണ്ട്. നിങ്ങൾ പഠിക്കണ്ട, ഹയർ ക്ലാസ്സിൽ പഠിക്കും. ബാക്കി നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് പഠിക്കുക. ജലത്തിന് അല്ലെങ്കിൽ വാട്ടറിന് ഒരു നോർമൽ എമൗണ്ട് വാട്ടർ വെള്ളത്തിൽ രക്തത്തിൽ വേണം, ബ്ലഡിൽ വേണം. ഇനി അഥവാ അതിൽ നിന്ന് കുറഞ്ഞെന്ന് വിചാരിക്കുക, എന്താണ്? എമൗണ്ട് ഓഫ് വാട്ടർ ഡിക്രീസസ് ഫ്രം നോർമൽ ലെവൽ. നോർമൽ ലെവലിനേക്കാളും, നോർമൽ ലെവല് കൃത്യമായ നോർമൽ ലെവൽ ഉണ്ട്, അതിന് താഴത്തേക്ക് പോയി എന്ന് വിചാരിക്കുക വെള്ളം. ഓക്കെ, അപ്പൊ എമൗണ്ട് ഓഫ് വാട്ടർ ഡിക്രീസസ്, അഥവാ വാട്ടർ എന്ത് ചെയ്തു? കുറഞ്ഞു, ഡിക്രീസസ്. രക്തത്തിൽ രക്തത്തിൽ ബ്ലഡിൽ എന്ത് ചെയ്തു? നമ്മുടെ വാട്ടറിന്റെ എമൗണ്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക, നോർമൽ ലെവലിനേക്കാളും. അപ്പൊ കിഡ്നിനോട് ആര് പറയും? വാസോപ്രസിൻ പറയും. നമ്മുടെ വാസോപ്രസിൻ പറയുന്നത്. വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്നും പേരുണ്ട്, മറന്നു പോകരുത്. അത് ഇമ്പോർട്ടന്റ് പേര് തന്നെയാണ്, കാരണം അതായിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക വാസോപ്രസിനേക്കാൾ. അപ്പൊ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ വൃക്കയോട്, കിഡ്നിയോട് പറയും എന്ത്? തൽക്കാലം നീ എന്ത് ചെയ്യേ? വെള്ളത്തെ അബ്സോർപ്ഷൻ കൂട്ട് എന്ന് പറയും. അപ്പൊ കിഡ്നി റീഅബ്സോർപ്ഷൻ കൂട്ടിയിട്ട് അത് നേരെ എവിടേക്ക് കൊടുക്കും? ബ്ലഡിലേക്ക് കൊടുക്കും. ബ്ലഡിൽ വാട്ടറിന് എമൗണ്ട് പഴയ പോലെ ആയി. ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ജലത്തിന് കൃത്യമായ ഒരളവ് എവിടെയുണ്ട്? നമ്മുടെ രക്തത്തിലുണ്ട്. അതിൽ നിന്ന് കൂടിയാലും കുറയാനും പാടില്ല. കൂടിയാൽ മൂത്രത്തിലൂടെ പുറന്തള്ളിക്കോളും, വിയർപ്പിലൂടെ ഒക്കെ ആയിട്ട്. കുറഞ്ഞാൽ എന്താ പ്രശ്നം? കുറഞ്ഞാൽ പ്രശ്നമാണ്. കുറഞ്ഞാൽ എന്ത് ചെയ്തോളും? നമ്മുടെ വാസോപ്രസിൻ ഇടപെടും. രക്തത്തിൽ ഒരു കൃത്യമായ അളവുണ്ട് ജലത്തിന്, അതിൽ നിന്ന് കുറഞ്ഞു പോയാൽ, നോർമൽ എമൗണ്ടിനേക്കാളും കുറഞ്ഞാൽ വാസോപ്രസിൻ കിഡ്നിയിൽ റീഅബ്സോർപ്ഷൻ കൂട്ടും. എന്നിട്ട് വെള്ളത്തെ എവിടേക്ക് കൊണ്ടുവരും? നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ നേരെ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. നോർമൽ ലെവൽ ഓഫ് വാട്ടർ ഇൻ ബ്ലഡ് എന്ന് പറഞ്ഞാല് സാധാരണ അളവ് രക്തത്തിൽ, അത് ഡിക്രീസസ്, അത് കുറയുന്നു. ബ്ലഡിൽ എന്ത് ചെയ്യുക? വാട്ടറിന്റെ അളവ് കുറയുന്നു, ഡിക്രീസസ്, താഴേക്ക് പോകുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും അതിന് കൂട്ടണം. അതിനെന്താ ചെയ്യാ? പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസോപ്രസിൻ പ്രൊഡക്ഷൻ കൂടും. ആരെ പ്രൊഡ്യൂസ് ചെയ്യുക? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ,
എന്നിട്ട് അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടേക്ക് പോകും? ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് ദ വാട്ടർ ഇൻ കിഡ്നി. അല്ല, കിഡ്നിയിൽ പോയിട്ട് എന്ത് പറയും? ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എന്ത് ചെയ്യും? കൂട്ടും എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ലോവേഴ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ. അപ്പൊ യൂറിന്റെ എമൗണ്ട് കുറയില്ലേ? എടോ, ഈ മൂത്രത്തിലൂടെ ഒരു യൂറിനിലൂടെ ഒരുപാട് ജലം നഷ്ടപ്പെടുന്നില്ലല്ലോ. മാക്സിമം ജലത്തെ എങ്ങോട്ടിനെ തിരിച്ചു കൊണ്ടുപോയി? രക്തത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ കുറവായിരിക്കൂലേ? കുറവായിരിക്കും. അതുകൊണ്ടാണ് വേനൽക്കാലങ്ങളിൽ നമ്മൾ മൂത്രം വളരെ കുറഞ്ഞ സമയം ഒഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ഒഴിക്കാറുള്ളൂ. കാരണം എന്താണ്? മാക്സിമം വെള്ളം എവിടേക്ക് തന്നെ വേണം? ശരീരത്തിന് തന്നെ വേണം. അതുകൊണ്ട് മൂത്രത്തിന്റെ വെള്ളത്തിന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കുറക്കും എന്നുള്ളതാണ്. ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് ദ വാട്ടർ ഇൻ കിഡ്നി. കിഡ്നിയിൽ റീഅബ്സോർപ്ഷൻ കൂട്ടും എന്നാണ് പറയുന്നത്. അടുത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നിട്ട് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ദ ലെവൽ ഓഫ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി വേറൊരു കേസ് ഇവിടെ എഴുതിയാണ്, ഇൻക്രീസസ് എന്നുള്ളതാണ്. നോർമൽ ലെവൽ ഓഫ് വാട്ടർ ഇൻ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ്. കൂടി എന്ന് വിചാരിക്കുക, അതും പാടില്ല. എപ്പോഴും ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യണം. നോർമൽ ലെവലിൽ എപ്പോഴും കീപ്പ് ചെയ്യണം. അതിനേക്കാളും കൂടി എന്ന് നിങ്ങൾ വിചാരിക്കുക. നമ്മുടെ കാൽഷ്യം അതേപോലെ നമ്മുടെ ഇതൊക്കെ പഠിച്ച പോലെ തന്നെ ഇൻക്രീസസ്, കൂടുന്നു. കൂടിയാൽ എന്ത് ചെയ്യും? ഇതിന്റെ എമൗണ്ട് കുറയും. നോക്കൂ, നോർമൽ ലെവൽ ഓഫ് വാട്ടർ ബ്ലഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ വാസോപ്രസിൻ ഇടപെടും, വാസോപ്രസിൻ പ്രൊഡക്ഷൻ കൂടും. എന്നാൽ കൂടിയാലോ? അപ്പൊ വാസോപ്രസിന്റെ എമൗണ്ട് കുറയും. അതാണ് എഴുതിയിരുന്നത്, ഡിക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ. വാസോപ്രസിൻ പണ്ടത്തെ പോലെ എന്ത് ചെയ്യില്ല? പ്രൊഡ്യൂസ് ചെയ്യൂല ഹൈപ്പോതലാമസ്. അപ്പൊ എന്ത് ചെയ്യും? ഡിക്രീസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് ദ വാട്ടർ ഇൻ കിഡ്നി. കിഡ്നിയിൽ എന്ത് ചെയ്യും? റീഅബ്സോർപ്ഷൻ കുറയും. സ്വാഭാവികല്ലേ? കാരണം റീഅബ്സോർപ്ഷൻ കൂട്ടുന്ന ആരാണ്? വാസോപ്രസിൻ ആണ്. അത് എപ്പോഴാണ്? ജലം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ബ്ലഡിൽ. ഇവിടെ നമുക്ക് എന്താണ്? ജലത്തിന്റെ എമൗണ്ട് കൂടുതലാണ്, ആവശ്യമില്ല, എങ്ങനെയെങ്കിലും പുറന്തള്ളണം. അപ്പൊ എന്ത് ചെയ്യും? വാസോപ്രസിന്റെ എമൗണ്ട് കുറയും. അപ്പൊ റീഅബ്സോർപ്ഷനും കുറയും. അപ്പൊ റൈസസ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ. അപ്പൊ യൂറിൻ ഒരുപാട് പുറത്തേക്ക് പോകും. കാരണം നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ ശരീരം എന്ത് ചെയ്യും? മൂത്രത്തിലൂടെ പുറന്തള്ളൂലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരുപാട് വെള്ളം കുടിച്ച് നിങ്ങൾ ഒരുപാട് മൂത്രം ഒഴിക്കാറില്ലേ? അത്രേ ഉള്ളൂ. റൈസസ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിന്റെ ക്വാണ്ടിറ്റി കൂടും എന്നുള്ളതാണ്. കാരണം എന്താണ്? നമ്മൾ ഒരുപാട് വെള്ളം ഉണ്ട് ശരീരത്തിന്, എത്ര വെള്ളം ആവശ്യമില്ല. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യും? യൂറിനിലൂടെ കൊടുക്കും. കാരണം കിഡ്നി അത്ര റീഅബ്സോർപ്ഷൻ കാര്യമായിട്ട് നടക്കൂല. അപ്പൊ മാക്സിമം വാട്ടറിലൂടെ പോകും, യൂറിനിലൂടെ പോകും എന്നുള്ളതാണ്. അതാ ഇവിടെ റീഅബ്സോർപ്ഷൻ നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും? മാക്സിമം ജലം യൂറിനായിട്ട് പുറത്തേക്ക് പോകും. മറ്റത് എന്താണ്? ഇവിടെ റീഅബ്സോർപ്ഷൻ കൂടുകയാണ്. റീഅബ്സോർപ്ഷൻ കൂടുമ്പോൾ തിരിച്ചത് എവിടേക്ക് തന്നെ കൊടുക്കുകയാണ്? രക്തത്തിലേക്ക് തന്നെ വെള്ളത്തെ കൊടുക്കുകയാണ്. പറഞ്ഞത് ക്ലിയർ ആണോ? ഞാൻ ഇവിടെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പരീക്ഷ ചിലപ്പോൾ ചോദിക്കും. ഏത് സമയത്തായിരിക്കും പ്രൊഡക്ഷൻ ഓഫ് ദ വാസോപ്രസിൻ ഹൈ? എപ്പോഴും വാസോപ്രസിൻ കൂടെ ഏത് സമയത്തായിരിക്കും? സമ്മർ സീസണിലായിരിക്കും. എന്തുകൊണ്ടാണ്? സമ്മർ സീസണിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ജലം ആവശ്യമുണ്ട്. കാരണം എന്താണ്? വിയർപ്പിലൂടെ ഒക്കെ ആയിട്ട് ജലം നഷ്ടപ്പെടും ചൂടുകാലത്ത്, ശരിയല്ലേ? അപ്പൊ നമ്മൾ വെള്ളം കുടിക്കാറില്ല ഇടക്കിടക്ക്. അപ്പൊ ഇന്ന് ശരീരത്തിന് ഒരുപാട് ജലം ആവശ്യമാണ്. അതുകൊണ്ട് വാസോപ്രസിൻ ആ സമയത്ത് ഉണ്ടാകും. വാസോപ്രസിൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സ്വെറ്റിലൂടെ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട്. സോ ബട്ട് പ്രൊഡക്ഷൻ ഈസ് ലെസ് ഡ്യൂറിങ് വിന്റർ ആൻഡ് റൈനി സീസൺ. വാസോപ്രസിന്റെ എമൗണ്ട് കുറവായിരിക്കും അപ്പോ വിന്ററിലും റൈനി സീസണിലും. തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാറില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ്? വാസോപ്രസിന്റെ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ കുറവാണ്. എന്തുകൊണ്ട് കുറഞ്ഞു? നമുക്ക് ജലത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് യൂറിനിലൂടെ പോകും. ജലത്തിന് ആവശ്യമുള്ള സമയം അത് വേനൽക്കാലം. വേനൽക്കാലത്ത് വാസോപ്രസിൻ ഉണ്ടാവും. വാസോപ്രസിൻ മാക്സിമം എന്ത് ചെയ്യും? ജലത്തെ റീഅബ്സോർബ് ചെയ്യും. അപ്പൊ യൂറിനിലൂടെ അല്ലാതെ എന്ത് ചെയ്യില്ല? പുറത്തേക്ക് വാട്ടർ പോകൂല. എന്ന് പറഞ്ഞാൽ നമുക്ക് യൂറിനേഷൻ ചെയ്യല് വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ വേനൽക്കാലത്ത് ആവശ്യമുള്ളൂ. കാരണം യൂറിനേറ്റ് ചെയ്താൽ ശരീരത്തിന് ജലം നഷ്ടപ്പെടും. അപ്പൊ ശരീരത്തിന് ജലം വേണമെങ്കിൽ യൂറിന്റെ എമൗണ്ട് കുറക്കും. മാക്സിമം ജലം റീഅബ്സോർബ് ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണെന്ത്? വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയുന്നത്. ADH ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഹൈപ്പോതലാമസിന്റെ ഹോർമോൺ, ഹൈപ്പോതലാമസിന്റെ ഇൻഹിബിറ്ററി ഹോർമോൺ ഉണ്ട്, നമ്മുടെ അതേപോലെ എന്താണ് റിലീസിങ് ഹോർമോൺ ഉണ്ട്. അതാണ് അടുത്ത സെക്ഷനിൽ നോക്കും. ഈ സെക്ഷനിൽ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടു ഹോർമോണിനെ കുറിച്ചാണ്. ഒന്ന് ഓക്സിറ്റോസിൻ, അത് പ്രസവം സുഗമമാക്കുന്നു. അതേപോലെ മിൽക്ക് ഫെസിലിറ്റീസ് ലാക്ടേഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ. അടുത്ത വാസോപ്രസിൻ അല്ലെങ്കിൽ ADH, അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ജലം ആവശ്യം, വാട്ടർ ആവശ്യമുള്ള സമയത്ത് കിഡ്നിയിൽ പോയിട്ട് മാക്സിമം റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി, കിഡ്നിയിൽ പോയിട്ട് മാക്സിമം റീഅബ്സോർപ്ഷൻ കൂട്ടും. അവ രക്തത്തിലേക്ക് വീണ്ടും എന്തുവരും? ഇതേപോലെ ജലം എത്തും. അപ്പൊ രക്തത്തിൽ ജലത്തിന്റെ അളവ് എന്ത് ചെയ്തു? കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോഴാണ് നമുക്ക് ജലം ആവശ്യം വരിക.
എമൗണ്ട് ഓഫ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ്. അത് വേനൽക്കാലങ്ങളിലാണ് കൂടുതൽ ആവശ്യം വരിക. അപ്പോൾ വാസോപ്രസിൻ ആണ് വേനൽക്കാലങ്ങളിൽ വാസോപ്രസിൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ADH ഉണ്ടാകും. അത് ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ജലം മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ മൂത്രത്തിന് എമൗണ്ട് കുറവായിരിക്കും. അതാണ് ഈ ഒരു ബോക്സ് കാണിക്കുന്നത്. എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ലെവലിനേക്കാളും താഴെ പോയാൽ അത് പാടില്ല. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഉണ്ടാവും. അപ്പോൾ റീഅബ്സോർപ്ഷൻ കൂടും, എന്നിട്ട് പഴയ അവസ്ഥയിലേക്ക് വരും. ഇവിടെ ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടല്ലോ, ലോവേഴ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ, യൂറിന്റെ എമൗണ്ട് കുറക്കും വേനൽക്കാലങ്ങളിൽ. എന്നാൽ ഇൻക്രീസസ് അതുപോലെ കൂടി എന്ന് വിചാരിക്കുക, അപ്പോൾ ഡിക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ, വാസോപ്രസിന്റെ എമൗണ്ട് കുറക്കും. വാസോപ്രസിന്റെ എമൗണ്ട് കുറച്ചാൽ റീഅബ്സോർപ്ഷനും കുറയും. റീഅബ്സോർപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ജലയിലൂടെ നഷ്ടപ്പെടും, യൂറിനിലൂടെ നഷ്ടപ്പെടും. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ കൂടും. ഈ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണ്? അബ്സോർപ്ഷൻ കൂട്ടുന്ന ഹോർമോണിന്റെ പേര് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. പ്രസവം സുഗമമാക്കുന്നതും പാലിന് ഉൽപാദനമൊക്കെ സഹായിക്കുന്ന ആരാണ്? ഓക്സിറ്റോസിൻ ആണ്. ക്ലിയർ ആണോ പറയുന്നത്?